എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് രാത്രിയിൽ 3 പേര് കൂടി ഫൈനലി നല്ലൊരു ബസ്സല്ല അഭയാത്ര പോയി സീറ്റിൽ അപ്പുറത്തൊന്നും ആരുമില്ല. ശരിക്കും ഞങ്ങളുടെ സീറ്റ് അപ്പുറത്തുണ്ട്. ഞങ്ങൾക്ക് സൂക്കേടായതുകൊണ്ട് ഇവിടെ വന്നിരിക്കണം. ഇത് ഗായത്രിയുടെ സീറ്റ്. എക്സൈറ്റഡ് ആണോ? ഞങ്ങളുടെ ഈ ട്രിപ്പ് പെട്ടെന്ന് ചെറുതായിട്ട് ഞാൻ കയറുന്ന ആൻസൈറ്റി ആയിപ്പോയി. കാരണം ഇന്നലെ രാത്രി 8 മണിക്ക് ബസ്. ഞാൻ 7 മണിയായിട്ടും ഡ്രസ്സ് എടുത്തിട്ടില്ല. ആൻസൈറ്റി വരില്ലേ? ലൈസൻസ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ബാഗും കാണാനുണ്ടായില്ല. ഇന്നലെ ഞാൻ കണ്ടുപിടിച്ചു ഫൈനലി. എന്നിട്ട് എനിക്ക് വാരി വരാൻ തന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബാംഗ്ലൂര് പോയപ്പോൾ കുത്തി നിറച്ച് തിന്നതുകൊണ്ട് ഇത്തിരി തന്നുള്ളൂ അല്ലേ. ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ. ഇത് പെട്ടെന്ന് മുഹറം പെട്ടെന്ന് വന്നതുകൊണ്ടുള്ള ട്രിപ്പാണ്. ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത ഹോളിഡേ വെള്ളിയാഴ്ച. പെട്ടെന്നുണ്ടായ 2 ദിവസം കൊണ്ടുള്ള ട്രിപ്പാണ്. സാധാരണ ഞങ്ങൾ നേരത്തെ പോക്കിന് പൈസ ഇല്ല, ഒന്നുമില്ല. അതായത് ഞങ്ങൾ പോക്കിന് റൂമൊക്കെ എടുത്തിട്ടായിരിക്കും പോണം, അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം ഒന്നുമില്ല ഗൈസ്. ടിക്കറ്റ് മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങളുണ്ട്, ഇത്രയുണ്ട്. ഇത്ര ഹായ് പറ, സന്തോഷമുണ്ടോ? ഞാൻ വിചാരിച്ച എനിക്കൊരു പൊട്ടിക്കല് കിട്ടും. സത്യത്തില് ഞാനിവിടെ ഗായത്രിനെ നോക്കണായിരുന്നു. ഇപ്പൊ കിട്ടും. ലൈസൻസ് കാണില്ല, മറ്റേത് കാണില്ല, മറിച്ചത് ബാഗ് പേടിയാണുണ്ട്, ഒന്നും കാണില്ല. മിണ്ടിക്കഴിഞ്ഞ അപ്പം കൊല്ലേ. അതായിരുന്നു. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പ്. ഇപ്പോഴേ പിന്നെ ഇങ്ങനെയാണ്. നല്ലോണം കറക്റ്റ് ഒരു ദിവസം മുമ്പ് പാക്ക് ചെയ്ത് വെക്കുന്ന ഗായത്രിയും ആനും, അതിന്റെ കൂട്ടത്തിൽ കിട്ടിയ സാധനം കയ്യിൽ പെറുക്കിക്കൊണ്ടുവരുന്ന ഞാനും. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഇതെടുത്തിട്ടില്ല, റൂം എടുത്തിട്ടില്ല. അവിടെ ചെന്നിട്ട് ഞങ്ങൾ വഴിയിലിരിക്കും. പക്ഷെ വഴിയിലേക്ക് ഞങ്ങൾ ഡേറ്റ് പെട്ടെന്നായി പോയല്ലോ, അതുകൊണ്ടാണ്. ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി 2 സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കാണിക്കട്ടെ. പൈവ ഹായ്, ഗായത്രി ഹായ്. കഴിക്കാൻ പോകുന്നു. ഞങ്ങളിതും കഴിക്കാൻ പോകുന്നു. ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ബൈ. ഗായത്രി ഭർത്താവിനെ വിളിക്കുന്നു. ഭർത്താവിനെ കാണിച്ചു. കാർത്തികേട്ടൻ. ഓക്കെ ബൈ ബൈ ബൈ. ഗൈസ് ഞങ്ങൾ പോണ്ടിച്ചേരി എത്തി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് എവിടെ പോകണമെന്നും കൂടെ അറിഞ്ഞിട്ട് ആദ്യം ഒരു ചായ കുടിക്കാം അല്ലേ? ഒന്നും അറിയില്ല, സോറി. ഏത് ഹോട്ടലിലോട്ട് പോകണമെന്നും കൂടെ അറിയില്ല. നോക്കാം. എന്താണ് അത്? തമിഴ്നാട്ടിലോട്ട് വന്നാൽ തന്നെ നല്ല ചായയാണ്. നല്ല പാല് വെച്ച ചായ തരും. കുറച്ച് നിങ്ങൾ ഷുഗർ ഡയറ്റൊക്കെ ഇന്ന് ശരിക്കും നമ്മളിനി എന്താ ചെയ്യാൻ പോണ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എവിടെ? നമ്മളൊരു മീഡിയം ട്രാവലിംഗ് നോക്കണം. നമ്മൾ വണ്ടി എടുക്കുമല്ലേ. പിന്നെ റെന്റ് ബൈക്ക് ഒന്ന് തപ്പാളുണ്ട്. ഇനി ഉറങ്ങണോ? എനിക്ക് ഉറങ്ങണം. ശരി, ഉറങ്ങൊന്നും വേണ്ട, എന്തെങ്കിലും കഴിക്കണം. ചായ എൻ്റെ അവിടെ ഷാറട്ടെ, ആറിട്ടും കുടിക്കാം. ഗൈസ് എൻ്റെ വണ്ടി തന്നെ.
2 വണ്ടി എത്തി. ഞങ്ങളൊരു ഓട്ടോ ചേട്ടനോടെ കൊണ്ടുവന്നിട്ട് വണ്ടി തന്നു. ഇനി വേണം പ്രൂഫൊക്കെ നോക്കാൻ. ഓക്കെ, ആണ് ഞങ്ങളുടെ വണ്ടി. അയാളുടെ എല്ലാ വണ്ടിക്കും സെയിം നമ്പറാണെന്ന്, 6672. എൻ്റെ ചേച്ചിയുടെ അത് 23. ഇതാണ് ഒരെണ്ണം ഇത്. ഞാൻ പറ്റില്ല, അതെനിക്ക് പറ്റില്ലല്ലോ. ബാക്കിൽ കളിക്കണത് അങ്ങനെ. അതിന് നമ്മളെന്തിനാ ഇങ്ങനെ വെറുതെ മേപ്പോട്ട് നോക്കിയിരിക്കണ? വൈറ്റ് ടൗൺ ഡയറക്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ നോക്കാം. അയാളെ തന്നെ വിളിക്കേണ്ടി വരും. 1800 വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ വെറുതെ വന്നതാണ് ഞാൻ. നോക്കാം നമുക്ക്. അത് ശരിക്കും ഭയങ്കര ലോക്കലാണ്. നോക്കാം. ഞാൻ പറ അവിടെ ഭയങ്കര റേറ്റ് പറഞ്ഞെടുത്ത്. അതാണ് ഒരു കൂമ്പാരം പോലത്തെ ഒരു താജ്മഹൽ പോലത്തെ സാധനം കിട്ടുന്നത്. 1000 താഴെ. കല്യാണം കഴിഞ്ഞ് പോയില്ലായിരുന്നു താജ്മഹൽ ഭയങ്കര റേറ്റ്. ഓക്കെ, ബൈ. നമ്മളിവിടെ ഏതോ ഒരു മാർക്കറ്റിലൂടെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഭയങ്കര ക്രൗഡാണ്. എറണാകുളത്ത് ഉണ്ടെങ്കിൽ ബ്രോഡ് അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റ് പോലെയാണ് ഇവിടത്തെ സെറ്റപ്പ്. നമ്മൾ ബീച്ചിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്താ പരിപാടി? ഇതുവരെ തപ്പിയിട്ടില്ല. 7 മണി ആവാറായില്ലേ? നമ്മൾ എത്ര മണിക്ക് എത്തിയത്? 5:30 തൊട്ട് 7 മണി വരെ ഇവിടെ നിൽക്കുന്നു. ഒരു ചായ മാത്രം കുടിച്ചു. ഞാനൊരു സ്ട്രൂം നോക്കി, പക്ഷെ അത് കുറച്ച് ദൂരെയാണ്. പിന്നെ താ നടക്ക്, ഞാൻ നടക്കൊന്നുമില്ല. പിന്നെ എന്തിനാ വണ്ടി എടുത്തോട്ടോ ഗൈസ്. ഈ അറ്റം തൊട്ട് ആറ്റം വരെ നടക്കാം. ഞാൻ നടക്കൊന്നുമില്ല ഗൈസ്. യെസ്, ഐ ഹാവ് പെൻ ഇൻ മൈ ബാഗ്. എന്തിനാ ചൂരിലാണ് എടുക്കാറില്ല. ശരിക്കും പിച്ചുമ്പോ ഇങ്ങനെ വെച്ചോളൂ. വീടരുതട്ടോ, സ്വപ്ന കൂടാവട്ടെ. എനിക്ക് പേടി. ഇന്നിവരെന്തോ ബോട്ടിങ്ങിന്റെ സാധനം തന്ന്. ബുൾഷിപ്പ് ബോട്ടിങ്. ഓക്കെ, ചെറിയ ദോശ പൈവൊക്കെ ഞങ്ങളുടെ എല്ലാം മടക്കി വെച്ച്. ഓക്കെ, അയ്യോ കഴിക്കാൻ പോവുകയാണോ? വിശക്കുന്നുണ്ടോ? ഓക്കെ, ബൈ. ചായ. എന്റെ കാപ്പി എന്ത്? ഞങ്ങക്ക് റൂം കിട്ടി. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ ബിൽഡിങ് 140 years ഓൾഡ് ആണെന്നല്ലേ? അലമാരി തുറന്നിട്ടേക്കണ്, അടച്ചു കാണിച്ച. യെസ്, അപ്പം അങ്ങനെയാണ്. ഫ്രഷ് ആകുമ്പോഴേ ഉള്ളൂ. 5:30 എത്തിയ ഞങ്ങൾക്ക് റൂമെല്ലാം കിട്ടി വന്നപ്പോൾ സമയം 9:30. ഞങ്ങൾ വേടുന്ന പൊക്കിക്കൊണ്ടോ? ഇവിടെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഉള്ളില്. അതല്ല, ഇത് മറ്റേ മണിച്ചിത്രത്താഴുള്ള ചുളുങ്ങണത് ട്രെൻഡാണ് ഗായത്രി. ചുളുങ്ങണത് ട്രെൻഡാണ്. ഞാൻ മറ്റപ്പാട്ട് പാടും. കളരി വിളക്ക് തെളിഞ്ഞതാണോ, ആ പാട്ട് പാടാൻ ഒരാളെവിടെ തരട്ടെ. ഉണ്ണിയാഴ്ച ഫ്രണ്ട് ഇപ്പൊ അതാണ് ഇടാൻ പോണ. അതാണ് പുലികളി. എന്തായാലും ഞങ്ങൾ 3 ലുക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബൈ. നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ടോപ്പുകൾ വേണമെങ്കിൽ ആരും ചോദിക്കണ്ട, എനിക്ക് കിട്ടൂല. കാരണം അതെന്താണ് കാരണം ഗായത്രി പറ. യെസ്, ഞാൻ തയ്ച്ചതാണ്. അതും എൻ്റെ ജെയ്ഡ് ബേജിൽസിന്റെ മെറ്റീരിയലിന്റെ ബാക്കിയുണ്ട്.
ഇത് ഞാൻ ദേവുവിന് തയ്ച്ച ലാപ്ടോപ്പിൻ്റെ ഇത്, പിന്നെ ഇത് ബാക്കി എൻ്റെ പൗച്ചിൻ്റെ ബാക്കിയും കൊണ്ട്. ഓക്കെ ഗൈസ്, എല്ലായിടത്തും ജെയ്ഡ് 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 ബൈ ജെയ്സ. യെസ്, എല്ലായിടത്തും ജെയ്ഡാണ് ഗൈസ്. ഞാൻ തയ്ക്കുന്ന എൻ്റെ ടോപ്പ് ബൈ ജെയ്ഡ് ബൈ ജെയ്സ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡ്രസ്സാണ്. യെസ് ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് ഡേ പുറത്തോട്ട് പോണേ നട്ടുച്ചയായിട്ടുണ്ട്. ഈ മേക്കപ്പ് ഒക്കെ ഇളകുമായിരിക്കും. ഓ എന്താണ് തന്നെ മൂക്കൂട്ട് കാണില്ല, മേക്കപ്പിൽ മുങ്ങിയ പോലെ ഉണ്ടല്ലേ. അവിടെ ഗായത്രി ഔട്ട് ഓഫ് ഫോക്കസ്. ആ ഇപ്പൊ വന്നു. ഹായ് ബൈ. കൊള്ളാം കൊള്ളാം. യെസ്, നിങ്ങൾ സുഷി കഴിക്കാൻ പറയും. ജയത്രൻ എന്താണ് ഞാൻ കഴിക്കണത്? രാമനും സീതയും. മാംഗോ സ്റ്റിക്കി റൈസ് കഴിഞ്ഞു. അല്ല സോറി, സുഷി കഴിഞ്ഞു. പക്ഷെ കൊള്ളായിരുന്നു. ഗായത്രി ഹായ് പറ. ഹായ്. നിങ്ങൾ വരുമ്പോൾ ഈ സ്ഥലത്ത് വന്ന് നല്ല സുഷിയും രാമനൊക്കെ കിട്ടും. ഏതാ സ്ഥലം? ഏഷ്യൻ സ്റ്റോറി അല്ലേ? കൊള്ളാമല്ലേ? ടേസ്റ്റ് കൊള്ളാം. പിന്നെ നമ്മുടെ സുഷി എന്തായിരുന്നു? നോക്കി വായിക്കട്ടെ. എബി എബി ചിമ്പുറ ഊർമാക്ക് അതാണ് പേര്. ഈ സാധനം കൊള്ളാം. ഫ്രൈഡ് ആയിരുന്നു പ്രോൺ, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ഫുഡ് കഴിഞ്ഞു, പിന്നെ അടുത്ത നേരത്തെ ഓ അത് സോറി ഞാൻ എന്നെ അടുത്ത് പോയി കാണിച്ച പറഞ്ഞ ആ ആ ആ കാണിക്കേ വിണ്ടോലോട്ട് ഇനി ഭയങ്കര ഡീസന്റ് ആയിട്ടായിരിക്കട്ടെ കഴിക്കണം. ഞാൻ ക്യാമറ തിരിച്ച് എനിക്കാണ് അല്ല. അയ്യോ ഞാൻ എല്ലാം മൈൻഡിലാട്ടിട്ടത്. അടുത്ത വരെ പോണ്ടിട്ടോ. ഏതെങ്കിലും ഒരെണ്ണത്തിലിട്ടായിട്ടുള്ള ആ 3 ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഇല്ലേ, അതിന് ഞങ്ങൾക്ക് ഇട്ടേക്കുന്ന പേരാണ് മൈൻഡ്. കുറെ കൊല്ലമല്ലേ ഡോഗ് കിട്ടാൻ. ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള ഗ്രൂപ്പിന്റെ പേര് മൈൻഡ്. അയ്യോ എല്ലാവരും കാണുമ്പോ ഇന്നലത്തെ എന്റെ ഫോലോ നോക്കിയൊക്കെ എല്ലാം മാറിയിട്ടുള്ള ശരിയാ. ഭയങ്കര ക്ലാരിറ്റി. ഗൈസ്, മാംഗോ സ്റ്റിക്കി റൈസ് എത്തി. ഞങ്ങൾ ഉദ്ദേശിച്ച രീതി ഇങ്ങനെയായിരുന്നു. ചോറാണ് മുകളിൽ കിടക്കുന്ന വെള്ള. താൻ പോയിട്ടുണ്ട് തായ്ലൻഡില്. മാംഗോ വേറെ തരും, റൈസ് വേറെ തരും, ഒഴിക്കാൻ വേണ്ടത് വേറെ തരും. ഇളക്കം നന്നിട്ട് അറിയാല്ല പൈവക്ക്, അതുകൊണ്ടായിരിക്കും. എത്ര കുടുംബങ്ങൾ കലക്കിയിട്ടുള്ളത്. അതെ കഴിക്കട്ടെ. ഈ പറഞ്ഞ ഒരു സാധനം ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. ഇതല്ല എന്റെ ഫസ്റ്റ് ടൈം. അത് 3ാമത് സ്കൂപ്പ് ഉണ്ടാ. ടേസ്റ്റ് അറിയാം. അവിടെ നിർത്തിക്കോ. ഇങ്ങോട്ട് പറ്റേ. ആ മതി മതി. ഗായത്രി കഴിച്ചിട്ടുണ്ടോ ഇത്? താൻ എവിടെന്നാ കഴിച്ചത്? ഒരു റെസ്റ്റോറന്റ് റിവ്യൂ കൂടെ നശിപ്പിക്കണ പോലത്തെ രീതി പറയും. ഞാൻ കഴിക്കണില്ല. എല്ലാരും വീട്ടിലെടുക്കണ ഞാൻ തന്നെ എടുത്തോളാം. മൈൽഡാണ് ടേസ്റ്റ്. നമ്മളിങ്ങനെയില്ലേ വിഷുക്കട്ടയിലുള്ള
ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തോ ഒരു മാംഗോയും എനിക്ക് തോന്നിയത് ശരിക്കും വിഷക്കോട്ടയിൽ വന്ന മലയാളികൾ മാംഗോ സ്റ്റിക്കർ റിവ്യൂ വിഷുക്കട്ടയിൽ വാങ്ങിയിട്ട പോലെ ശർക്കര വരെ വാങ്ങിയിട്ട പോലെ. അതാണ് ഞാൻ ഈ എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞത്. സ്ഥലം അതാ കഴിച്ചോട്ടെന്ന് പിന്നെ കറക്റ്റ് ഞാൻ പറഞ്ഞു. ഞാൻ അത് ടെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അത് നന്നായി ഞാൻ ചെയ്തു. ഇപ്പൊ എന്താണ് താൻ പറഞ്ഞതാണ് നീ ഹോട്ട് ചോക്ലേറ്റ് ശരിക്കും ഞാൻ ചിരിക്കണത് സന്തോഷിക്കണത് ഫുഡ് കാണുമ്പോഴാണ് അല്ലേ. ഇപ്പൊ എന്താന്നറിയോ ഇവിടുന്ന് സാധാരണ തട്ടേടേത് കാപ്പിയും ചായ നല്ലോണം കുടിക്കണ ആൾക്കേ ഇപ്പൊ നല്ല കടയിൽ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് ഇതൊക്കെ അയ്യോ അവിടെ ഉണ്ട് ആംബിയൻസ്. ഗായത്രി പൊതച്ചിരിക്കുകയാണ് ഗൈസ്. ഫാനടിക്കാൻ പയ്യ ഗൈസ്. ഷടിക്കും ഗൈസ്. പൈവ ഞാൻ ഗായത്രിയോട് ജാക്കറ്റ് ഇട്ടു. ഗായത്രി ഇത് താഴത്തോട്ടാണ് ചോദിക്കും. മുണ്ട് 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 ഓക്കേ. എങ്ങനെ ഹായ്. റൈറ്റ് ഇട്ടില്ലായിരുന്നോ? ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തു. ഞാൻ മറ്റേ പയ്യ പേടിച്ചു ഇതിനെ കണ്ടിട്ട് പേടിച്ചു. കിച്ചൺ ഇത് കഴിച്ചത് ഇത് ഞാൻ ഫോക്കസ് ഫോക്കസ്. ഹായ് കണ്ടോ ഭയം പോയിട്ടുണ്ട്. പോവല്ലേ? യെസ്. ഹായ്. ഹായ്. ഹലോ. വി ആർ അറ്റ് എവിടെയാണ്? കോർമൻഡൽ കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഹലോ പൈവ. ഹായ്. ഹായ് ഗായത്രി. എടുക്കടോ മൂക്കി ചളങ്ങി മൂക്കി ചളങ്ങി മൂക്കി ചളങ്ങി. കസിനുണ്ട് പാറു. അത് ഇത് തന്നെയാണ് അവസ്ഥ. അതന്നെ ഒരു ഭാഗത്ത് പാറു എന്താ സെയിം എക്സ്പ്രഷൻ സെയിം പക്ഷെ വരും. ചൈത്ര അങ്ങനെയൊക്കെ തന്നെ ഏകദേശം. അവൾമാർക്ക് രണ്ടും സന്തോഷമായി പോണ്ടിച്ചേരി പോയിട്ട് നിങ്ങൾ എനിക്കൊക്കെ ആലോചിച്ചു എന്ന് പറയും ഇറങ്ങുമ്പോ. എല്ലാവർക്കും മാജിക് ഇതാണ് ലൈറ്റ്. ഇതിപ്പോ കത്തിയിട്ടില്ല, ഞാനിപ്പോൾ കത്തിക്കും. കണ്ടോ ഇത് എന്താ സംഭവം എന്നറിയോ? ഞാൻ ബ്രൈറ്റ് ആയത് കാരണം ഞാൻ ബ്രൈറ്റ്നസ് കാരണം ഈ ലൈറ്റ് കത്തിയതാണ്. ഞാൻ തൊട്ടപ്പോ കത്തി അതാണ്. പക്ഷെ എന്റെ ശല്യം കാരണം ഗായത്രിക്ക് എന്നെ തീരെ താല്പര്യമില്ല. ഇറക്കി വിടും. ഓക്കെ ബൈ ബൈ ഗൈസ്. ഇപ്പൊ ഞാൻ സ്നാപ്പ് This is here. This is my focus. This is my focus. Yes. Чистка считаю. Problem. Я себе. No.
ഇവിടെ ടാപ്പ് ഹലോ ഗായ്സ്, ഹായ്. നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോൾ കൊഴമണ്ടൽ കഫേയുടെ പുറത്തിറങ്ങുന്നത്. എവിടെയാണ്? അത് വൈറ്റ് ടൗണിന്റെ അടുത്ത് തന്നെയാണ്. വൈറ്റ് ടൗൺ. ഹലോ ഗാത്രി. ഗാത്രി ഹായ്. പല പല ക്യാമറകൾ പല പല ആംഗിളിൽ നിന്ന് വരും. ഗാത്രിയുടെ ലൈഫിൽ പ്രൈവസി ഇല്ല. എന്റെ ലൈഫില് തീരെ ഇല്ല. ഞാനുള്ളത് കാരണം നിനക്കാർക്ക് പ്രൈവസി ഇല്ല. അതാണ് സത്യം. അതൊരു നഗ്ന സത്യല്ലേ. പ്രൈവസി ഇല്ല, സമാധാനം ഇല്ല അല്ലേ. തല ഭയങ്കര താനും ഓവറാണ് പറയുമ്പോ. മോത്ത എക്സ്പ്രഷൻ അതെ. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒച്ചപ്പാടും വേണം. തന്റെ ഒരു വേറൊരു മുഖമുണ്ട്. പക്ഷെ ആൾക്കാർ വിചാരിക്കണം ഇങ്ങനത്തെ ഒരു പൊട്ട മുഖമാണ്. പക്ഷെ ഈ പൊട്ട മുഖം അല്ല. ആന്റെ നിഗൂഢതകൾ പലരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഞങ്ങൾക്കറിയാം ഇല്ലേ. താൻ ഫേക്കാണല്ലേ സത്യം പറ. എടക്ക എപ്പോഴും എല്ലായ്പ്പോഴും ആൾക്കാർ ഞാനും കഴിയും. പക്ഷെ എനിക്ക് ഫേക്ക് വിച്ച് ഫേസ് വരും. എന്നൊരു വീഡിയോ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ അതുവരെ ഞാൻ ചിരിക്കും. പോണ സെക്കൻഡിൽ ഇങ്ങനത്തെ ഒരു ഫേസ് വരും അല്ലേ. എനിക്ക് പെട്ടെന്ന് വരും. അത് അതിന്റെ കുറെ തെളിവുകളുണ്ട്. അങ്ങനെ എനിക്ക് വരും. എനിക്ക് അങ്ങനെ കുറെ നേരത്തേക്ക് ഇങ്ങനെ ചിരിച്ചൊന്നിരിക്കാൻ പറ്റില്ല. സോറി. ഓക്കെ, ഐ ലൈക്ക് മൈ ഐസ്. ഞങ്ങൾ രണ്ടുപേരും കണ്ണു കണ്ടോ? ഞാൻ തപ്പണം. ഇതിന്റെ പ്രത്യേകത എന്താ ഇവരുടെ പറഞ്ഞു കൊടുക്കാനേ. എവിടെ നിന്ന് കിട്ടിയതാണ് ഈ കണ്ണുകൾ? ഒന്നുമില്ല, ആംഗ്ലോന്റെയാണ്. അതിന്റെയാണ് ഈ കണ്ണ്. ഇവരെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കണ്ണാണ്. കാണിച്ചു കൊടുക്ക്. കണ്ടാ ഇത് കാരണം ആരും ഇത് മാത്രം എഴുതിയാ മതി. ഐലൈനർ എഴുതിയാ വീഡിയോ ആണ്. നടന്നു ഓക്കെ പോയിക്കോ. ആരുടെങ്കിലും ബാഗൊക്കെ തട്ടിപ്പുറം വാങ്ങിച്ചോ. കറക്റ്റാണ്. കറക്റ്റ് ഗൈസ്, ഗായത്രിക്ക് മസിൽ വെട്ടി കയറിയിട്ട് ട്രെയിനറിനെ വിളിച്ച് എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുന്നു. ജിൽസാദ മസാജ് ആർട്ടിസ്റ്റ് ഇവിടെ ഇരുന്ന് പിടിച്ച് എന്തോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ചിൽ ചെയ്ത് ഞാനിവിടെ നിൽക്കാണ് ഗൈസ്. എന്താ സുഖല്ലേ? അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് എണീറ്റ് ഞങ്ങൾ എവിടേക്കോ പോകുമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ആ പറഞ്ഞ ആൾ ആദ്യം ഉറങ്ങിപ്പോയി, എണീറ്റില്ല. അയാൾ എന്നോട് പറഞ്ഞില്ലല്ലോ തന്നെ. അമ്മ വിളിക്കണ ഒരു മിനിറ്റ്. അതെന്തുകൊണ്ട്? ഗായത്രി വയ്യു എണീക്കാഞ്ഞത്. അച്ചോ ഞാൻ AC ഓഫ് ചെയ്ത് കളഞ്ഞു. തണുത്ത് വരച്ച് ഇപ്പൊ ഞാൻ എടോ രാത്രി ഒരു കാര്യം കേൾക്കണം. നമ്മ മുട്ട ബോയിൽ ചെയ്യാന്ന് പറഞ്ഞല്ലേ. അതിനപ്പം മുട്ട വറുത്ത വേണം. എന്നിട്ട് മുട്ട വറുത്ത് നമ്മ എന്താ നമ്മ മുട്ട തന്നല്ലേ ഹാഫ് ബോയിൽഡ്. ഇനി ചായ പുറത്ത് പോയി കുടിക്കാം. ഓക്കെ ബൈ. എന്താ കഴിക്കണം പൈവ? ഗായത്രിക്ക് എന്താണ് അഭിപ്രായം ഇതിനെ പറ്റി? ഞാൻ രാവിലെ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആയിട്ട് വന്നേക്കണാണ്, ADHD. പക്ഷെ ഇതിലൊന്നും ഞാൻ തളരില്ല. ഞങ്ങൾ ഇറങ്ങുന്നു.
അല്ലേ? ഇതൊന്നുമല്ല ഞങ്ങളുടെ കോലം. ഞങ്ങൾ നല്ല നട്ടപ്ര വെയിലാണ് ഇവിടെ. അയ്യോ, അതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങുന്നു. സെക്കൻഡ് ഡേ ഇൻ പോണ്ടിച്ചേരിയിൽ വരണുണ്ടെങ്കിൽ കുറച്ച് കഫേസിൽ പോയി ഫുഡ് കഴിക്കാം. വേറെ ഒന്നുമില്ല. പിന്നെ കുറേ മതിലുണ്ട്. മതിലിൻ്റെ സൈഡിൽ പോയി നിൽക്കുക, ഫോട്ടോ എടുക്കുക. അസ്തെറ്റിക്കലി കൊള്ളാം. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് ഓർത്തിട്ടും വേണം നിങ്ങൾ പോണ്ടിച്ചേരി വരാൻ. കൊള്ളാം, ചില്ല. ഹായ്, ഇവിടെ ഫോട്ടോ സെക്ഷനാണ്. ഏതെങ്കിലും കഫേ പോയി ഫോട്ടോ എടുക്കാം. അല്ലേ? ഹലോ, ഫോട്ടോ എടുക്കലാണുള്ള പരിപാടി. ഇപ്പൊ ആദ്യം ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ ഇപ്പൊ വന്നേക്കുന്ന സ്പോട്ട് എന്ന് പറയണത് സ്വപ്നക്കൂടിലെ വീട്. വേണ്ട പ്ലീസ്, പാടണ്ട. അപ്പൊ ആ വീട്ടിലാണ്. ആ കളറൊന്നും അല്ല, എന്നാലും ഇപ്പൊ ഇതൊരു കഫേ ആണെന്ന് തോന്നണം അല്ലേ? ദി സ്പോട്ട് എന്നും പറഞ്ഞു. ഗായത്രി ആണെങ്കിൽ നീ ക്യാപ്പ് ഇടണേ. കാരണം എന്താ? കാലിന് വയ്യ. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. യെസ്, ദി സ്പോട്ട്. ഈ സൈഡിൽ നിന്ന് നോക്കി അത്ര രസം ഉണ്ടാവില്ല, അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കാം. ഇതാണ് ആ വീട്. എവിടെ കണ്ട ഗായത്രി കാലിൽ നീ ക്യാപ്പ് ഇടുന്നു. ഇതാണ് സംഭവം. എനിക്കറിയാൻ പാടില്ല. നമ്മളിവിടെ പോകുന്നു. പക്ഷെ ഇതിങ്ങനെ ആയിരുന്നാടോ സിനിമയില്? ഒന്നും മനസ്സിലാവണില്ല. ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഗൈസ്, നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. സ്വപ്നക്കൂട് വീട്ടിൽ അവർ വരുന്ന ഒരു വീടില്ലേ, അവർ താമസിക്കുന്ന വീട്, ആ വീടാണ് ഇത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. ആ ഗേറ്റും ഇതും ഇവിടെയാണ് എൻട്രൻസ്. ഞങ്ങൾ ബാക്കിൽ കൂടിയാണ് ആദ്യം കയറിയത്, പക്ഷെ ഇതിലെ കൂടിയാണ് എൻട്രൻസ്. ഇനിയാണ് ഇങ്ങോട്ടുള്ളത് ഈ സംഭവങ്ങളൊക്കെ. ഇത് ഇവിടുത്തെ ആ സ്റ്റെപ്പ് കണ്ടോ, കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആ വീടും സംഭവങ്ങളും. ഇവിടെ സ്റ്റെപ്പ് കാണുന്നുണ്ടോ? ആ സ്റ്റെപ്പ്, ഇതൊക്കെയാണ് ആ സ്റ്റെപ്പും സംഭവങ്ങളൊക്കെ. ഇതാണ് പ്രോപ്പർട്ടി. ഇവിടെ ഫുഡും കഴിക്കാനും മറ്റേതും പിന്നെ ഇതും സ്റ്റെപ്പ് ഇത്. ഓക്കെ, ഒരു നൊസ്റ്റാൾജിയ കിട്ടി അല്ലേ? അപ്പോൾ അവർ താമസിക്കുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, യെസ്, ദിസ് ഇസ് ദാറ്റ് സ്റ്റെപ്പ്. ഇഷ്ടമല്ലടല്ലേ? പിന്നെ ഗൈസ്, ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് താഴത്ത് വേറെ സെറ്റപ്പ് ഒക്കെ ആയിട്ടൊക്കെ. ഓ മൈ ഗോഡ്, ഇതാണ് ആ സംഭവം. ഇവിടെ റൂംസ്, ഇവിടെ ഇതാടോ റൂം. കൊള്ളാം. കൊള്ളാം. സംഭവങ്ങളൊക്കെ ഓക്കെ, കൊള്ളാം. ഇനിയുണ്ട് ഇവിടെ റൂംസൊക്കെ. ഓക്കെ, പ്രൈവസി അധികം കാണിക്കാൻ പറ്റില്ല. ഈ കാണുന്ന ബാക്കിലത്തെ എന്താ ഇതും അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളിങ്ങനെ ശരിക്കും ഭയങ്കര സാധനം കിട്ടുമല്ലോ ആ ഒരു സ്ഥലത്ത് നമ്മളെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം എന്താണ്, ഹോട്ടൽ വിത്ത് ബാറാണെന്ന് തോന്നണല്ലേ, അങ്ങനത്തെ സെറ്റപ്പ്, ബാർ റെസ്റ്റോറൻറ്റ് എന്തൊക്കെയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം. പക്ഷേ കൊള്ളാം സാധനം. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും ഇതൊക്കെയാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് ബീഫ് എന്തൊക്കെ ബീഫ് ബോർഗീനി എന്തോ സാധനം അതാണ് പറയണത്. പിന്നെ അതുകൂടാതെ ക്രിസ്പി ഫ്രൈഡ് ചിക്കനും പറയുന്നുണ്ട്. ഇന്നൊന്നും പറയണില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇരിക്കും. വെയിലാണ്, നട്ടപ്ര വെയിലത്ത് 2 മണി.
ഇതായിരിക്കും ഇവിടെ ഫുഡിന് മാത്രമാണെങ്കിൽ ആ കാര്യമുള്ളൂ. ഫുഡ് നല്ല ഇവിടെ പേരും പഠിച്ച് വന്നിട്ട് ഞങ്ങളെ കയറ്റി എന്താ പറയാ ചെലവാക്കിപ്പിക്കാൻ. ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതുവരെ അവിടുത്തെ ഒരു കടയിൽ പോയിട്ട് ഇതേപോലെ സിഗ്നേച്ചർ ഡിഷൊക്കെ കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരുമാതിരി അതുകൊണ്ട് സത്യം പറഞ്ഞൊരു ഫുഡിയുടെ കൂടെ വരുന്നത് ഭയങ്കര ചെലവാണ്. ബട്ടറും മതിയായിരുന്നു. പിന്നെ ഇപ്പൊ ഇത് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചെലവ് എന്ന് പറയുന്നത് ഒടുക്കത്തെ ചെലവാണ്. ഇതൊക്കെ കഴിയുമ്പോൾ പറയാം എത്രയൊക്കെ ആയത് ഒരാൾക്ക്. ഏകദേശം നല്ലോണം ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഫുഡ് കഴിച്ച് കാശ് കളയുന്നുണ്ട് അല്ലേ. ഫുഡ് വന്നത് ഓർത്തുക്കുമ്പോൾ പൈവയുടെ മൊത്തം സന്തോഷം കണ്ടില്ലേ. അതെ, ഇപ്പം നട്ടപ്ര വെയിലാണ്. ഇതാണ് ആ വീടിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ. നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അവർ ഉപയോഗിച്ച റൂമുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ തന്നെ താഴ്ത്തുണ്ട്. ഇവിടെ താഴ്ത്തായിരുന്നു ഇവരുടെ വീട് ഷൂട്ട് ചെയ്തേക്കണത്. അങ്ങനെ ആയിരിക്കുള്ളൂ, നമുക്കറിയില്ല. പക്ഷെ നല്ല വൈകുന്നേരമൊക്കെ വന്നാൽ നല്ല വ്യൂ ആയിരിക്കും എന്നാണ് വിശ്വാസം. ഓക്കെ, ഇത് ഞാൻ തയ്ച്ച ഡ്രസ്സാണ്. സമയം ഉണ്ടായില്ല, അപ്പോൾ പെട്ടെന്ന് ഞാൻ തയ്ച്ചത്. ഓക്കെ, അല്ല ഞങ്ങൾ പോയ സ്ഥലമാണ് കോർമണ്ടൽ കഫേ. അവിടെ പക്ഷേ ഇല്ലേ, ഞാൻ ഈ സ്ഥലം പണ്ട് ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, എൻ്റെ വിഷൻ ബോർഡിൽ ഇട്ട് വെച്ച സ്ഥലമായിരുന്നു. അവിടെ തന്നെ ഇന്നലെ അറിയാതെ ഞാൻ വന്നു. പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നു വിചാരിച്ചു. ഹലോ ഗൈസ്, ഇപ്പം സെക്കൻഡ് ഡേ ഇൻ പോണ്ടിച്ചേരി. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി ഒരു ദിവസം 2 ഔട്ട്ഫിറ്റ്, ഇതോടുകൂടി തീർന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഇവിടെ വന്നു, ഒന്ന് ഫ്രഷായി, അടുത്ത ഔട്ട്ഫിറ്റ് എടുത്തു, പോകുന്നു. എല്ലാവരും മാറ്റി. ഇപ്പോഴത്തെ പരിപാടി ടോപ്പും പാവാടയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ ഞങ്ങൾ അടുത്തത് പോകുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ കുറച്ച് ഇത് ഫുള്ള് ഫോട്ടോ എടുക്കൽ കഴിക്കൽ ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇത്രയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോവുകയാണ്. ഹായ് പറ. അടുത്തത് ഹായ്. ആരാണത്? അറിയില്ല. എന്ത് ചെയ്യണോന്ന് പറഞ്ഞപ്പ മാമൻ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? സമ്മതിക്കണം. വേറെ എന്തൊക്കെയുണ്ട് കയ്യില്? പിന്നെ എന്ത് പ്രൈവസി? ആരാ പറഞ്ഞ പ്രൈവസി കൈ കടത്തണ? ഗായത്രി പറ. ശരിക്കും ആരാ കടത്തണ? ആ കണ്ട, എവിടെ പോയാലും ഒളി ക്യാമറയുടെ എല്ലണത് താനാ. അത് ഇത് റെക്കോർഡ് ചെയ്യാനല്ലേ. ഫോട്ടോ എടുക്കണം. വെക്ക് നേരെ വെച്ചിട്ട് ഇവിടെ നോക്കിക്കേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഗായത്രി പറ. അത് വേണ്ട ഇത്ര മതി. പക്ഷെ തനിക്കിത് കറക്റ്റ്. ഗായത്രി വെച്ച് വെക്ക്. ആ ഡിഫറൻസ് കാട്ടിത്തരാം. കണ്ട, ഗായത്രി വെക്കുമ്പോഴുള്ള ലുക്കും. ഇല്ല, ബൈ. ശരി. We are going to drink hot chocolate. Gayatri, are you excited? No. ഞാൻ എക്സൈറ്റഡ് ആണോ? അതിന് ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ എക്സൈറ്റഡ് ആണ്. യെസ് അല്ലേ? ബൈ. അതോ ഞാൻ മുടി ഇങ്ങനെ കെട്ടി ചിലപ്പോൾ കുറച്ച് ഊരുമായിരിക്കും. ഓക്കെ, ബൈ. എല്ലാ പ്രാവശ്യമൊന്നുമില്ല. പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും അല്ലേ ഗായത്രി? ഇപ്പോഴത്തെ ടെമ്പറേച്ചറിനെ പറ്റിയുള്ള അഭിപ്രായം? അൺസൈക്കബിൾ.
റിഫ്ലക്ഷൻ അടിക്കേണ്ടതാണ് ചെയ്യാൻ ഇവിടെ വന്ന് കുറച്ചൊക്കെ എന്തായാലും എക്സോസ്റ്റ് ഡൗൺ ഉണ്ടല്ലോ. എന്തെങ്കിലും പോയിരുന്നാ മതി എന്ന് തോന്നിപ്പോ. ഞാനിപ്പോ പരിപാടിയാണ് മതിലിന്റെ സൈഡിൽ നിൽക്കാം ഫോട്ടോ എടുക്കാം. എനിക്ക് എടുക്കണോ? രാത്രിക്ക് മൂട് പോണം. എവിടെയോ സ്ഥലം ചോക്ലേറ്റ്. യെസ് ഞാൻ പോയവാ ഇവനൊക്കെ സാധിക്കും. കുറച്ച് ചോക്ലേറ്റ് കുത്തിക്കയറ്റാൻ പോണാണ്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇങ്ങനെ പോലെ ചെയ്യണം. അത് ആപ്പൻ്റെ ഡ്രസ്സ് വേണ്ടേ വാങ്ങണ്ടേ? ഗ്യാസാണ് ആരോഗ്യമില്ലായ്മ. ആരോഗ്യം പിടിച്ച് വലിക്കണേന്ന്. ആരോഗ്യമില്ലായ്മ എന്തുകൊണ്ടാന്ന് ആരോഗ്യമില്ലാത്തത്. ആരോഗ്യമില്ലായ്മയുടെ കറക്റ്റ് റീസൺ പറയാം. ആരോഗ്യമില്ലായ്മയുടെ കാരണം നല്ല വൃത്തിയായിട്ട് ചൂടാണ് ഇവിടെ. പ്രശാന്തല്ല അങ്ങനെ അങ്ങനെ കാണാറ്. ഇതൊക്കെ പറഞ്ഞേ ഓർഡർ എടുക്കണേതല്ലേ. ശരിക്കും ഗായത്രി എന്നാല് ഇംഗ്ലീഷ് കഴിക്കില്ല. കാണാനൊരു ലുക്ക് മാത്രമേ ഉള്ളൂ. പറയാനും കൂടെ ഉണ്ടാക്കാൻ ഗായത്രി സാധനത്തിന്റെ പേരെന്താണോ? ക്രോസോണാ. ഈ സാധനം വാങ്ങിക്കുന്നത് കൈ വെച്ച് കാണിച്ചു. അവരറിയാൻ പാടില്ലടോ. സെന്റൊക്കെ പറയണം. ചോക്ലേറ്റ് റോസർ. We don't have any coffee. We only have coffees available. We have gold and we have pizza. ഹോട്ട് ചോക്ലേറ്റ്. Yeah, even the hot chocolate. ഓക്കെ ഹോട്ട് ചോക്ലേറ്റ്. ശരിക്കും പറഞ്ഞ പഠിച്ചത് വെറുതെ. പറഞ്ഞപ്പോ അപ്പൊ എന്നതിണ്ട് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഗൂഗിളിനടുത്ത് ചോദിച്ച് ട്രാൻസ്ലേഷൻ എനിക്ക് മറ്റേ സാധനം വന്നിടോ. ആണെങ്കിൽ ക്ലോസ്ട്രോഫോബിയ ഹൈറ്റ് മേടിക്കുന്നുണ്ടാവും. എന്താ പറയണ ഫിയർ ഓഫ് ഹൈറ്റ്. ഇതിനേക്കാളും നല്ല ഓൾഡ് ചോക്ലേറ്റ് അവിടെ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ മറ്റേ പ്രശാന്തിന്റെ ഒക്കെ പ്രശ്നം അത് കിട്ടിയില്ല. ഇവിടെ ഇവിടെ തീർന്നെന്നാണ് ഇവര് പറയണത്. പ്രശാന്ത് തീർന്നു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് എരിവുള്ളത് കഴിക്കാൻ? അച്ചാറ് വേണോ? ആ ഫ്രിഡ്ജിന്റെ അകത്ത് നമ്മൾ കിടക്കണ അച്ചാറ് മതിയോ? ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. ഇനി നാളെയും കൂടെ ഒരു ദിവസം ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ.
ഗായത്രി പറഞ്ഞേക്കുന്ന ആളെയും കൂടി ഉണ്ട്. മാറും ഇല്ല ചോളം. ഓ ഈ ചോളം സീനാണ്. ഈ ചോളം വീക്കെൻഡിൽ പോണ്ടിച്ചേരിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയുന്നത്? എന്താണ് പോയ ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കുണ്ടെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പബ്ലിക് ഹോളിഡേസിന്റെ ഈ സ്കൂട്ടറുകളിലും മേളും പിന്നെ കാറുകളും എല്ലാരും പക്ഷിയില്ലേ എന്തോരം ടൂറിസ്റ്റ് ആൾക്കാരാണ് സത്യത്തിൽ ഇവിടെ തന്നെ വന്നത്. സത്യം പറഞ്ഞ കുറെ ഫ്രണ്ട്സ് ലുക്കുള്ള ബിൽഡിങ്സ് ഉണ്ട്. അപ്പൊ അവിടെ കുറെ നല്ല ഇവരെ അപ്പുറം മെയിൻറ്റെയിൻ ചെയ്ത മതിലുകൾ പെയിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ പോയി ചരിഞ്ഞ് നിന്ന് അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കും ഞങ്ങൾ ഉൾപ്പെടെ. സെക്കൻഡ് ഡേ തീരാറായി. ഇത് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തും. എനിക്ക് തോന്നുന്നത് അധികം കിലോമീറ്റേഴ്സ് തോന്നുന്നത് അവിടെ നിന്നൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ വൈകുന്നേരം കാണുന്നുണ്ട്. പിന്നെ കാണുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഞങ്ങൾ പിസ്സ കഴിക്കാൻ വന്നിരിക്കുകയാണ്. പിസ്സ കഴിക്കാൻ വന്നിരിക്കുകയാണ്. പോണ്ടിച്ചേരി നിറച്ചു ആൾക്കാരാണ്. നിറച്ചു നിറം വർക്കലേക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ലല്ലേടോ. ഒന്നും ആൾക്കാരൊന്നും ഇത്രയില്ല. ഇവിടെ നിറച്ച ആൾക്കാർ മാത്രം. നമ്മളെന്താ വന്ന ഒരു ദിവസം 3 കപ്പയിലും 4 കപ്പയിലൊക്കെ കയറുന്നുണ്ട്. ഒരു കപ്പയിൽ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കാറുള്ളൂ. അവിടെ സിഗ്നേച്ചർ ഡിഷ് മാത്രം മേടിക്കുന്നുള്ളൂ. പക്ഷെ അതേപോലെ ഞങ്ങൾ കുറെ കഫേകളിൽ ഒരു ദിവസം തന്നെ കയറും. 3 നേരത്തെ ആഹാരത്തിലൂടെ ഞങ്ങൾ 6 നേരം കഫേയിൽ കയറും. അതാണ് അവസ്ഥ. ഞങ്ങളിങ്ങനെ ഇങ്ങനത്തെ സ്വഭാവമായിരുന്നില്ല കേരളത്തിൽ വെച്ചിട്ട്. കഫേയിലൊന്നും ഞങ്ങൾ കണ്ടത് കൊച്ചിയിലാണെങ്കിൽ കൊച്ചി ഫുഡാണ് പാടാണ്. എത്രയാണ് 18 മറ്റേ 8 കാലിന് എന്താണ് ചെയ്തത്? സാധാരണ ഒരു മനുഷ്യൻ എന്താ ചെയ്യാ? ഒത്തിരി കെട്ടുകാലേ കണ്ട് ഇറങ്ങി പോകുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ചൂരിക്കട്ടോ അങ്ങനെ വല്ല ചപ്പല് വെച്ച ഒരാഴ്ചക്ക് മനസ്സിലായത്. നമ്മളോട് എല്ലാവരോടും ഒരു ഞാൻ ചെയ്ത പരിപാടി 8 കാലിയുടെ ഇതൊരു വ്ലോഗാണ് ട്ടാ. എന്റെ അസഭ്യമായ വാക്കുകളോട് പറയാൻ നിൽക്കരുത് പ്ലീസ്. ബീച്ചോട് വരും ഞാൻ മിക്കവാറും. ഹായ്, ജെയ്ഡ് ബൈ ജിൽസയുടെ ഏറ്റവും വലിയ പ്രൊമോട്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സാണ്. അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. എൻ്റെ പൗച്ച്, എൻ്റെ മേക്കപ്പ് ഐറ്റംസ് കുറേയൊക്കെ ഇതിനകത്തുണ്ട്. ഇനി കുറച്ചിങ്ങനെ ലിപ്സ്റ്റിക്കും അങ്ങനെ ചെറിയ സാധനങ്ങളെല്ലാം കൂടി ഇട്ടു. എൻ്റെ ഓഫീസ് പൗച്ച്, ഇതെൻ്റെ യൂട്ടിലിറ്റി പൗച്ച്, ഇത് ആൻ്റെ ആദ്യം തയ്ച്ചു കൊടുക്കുക. ആൻ്റെ ഇത് ഓഫീസ് പൗച്ച്. ഇനി ഇതിനുള്ള ഫോൺ വെക്കാൻ വേണ്ടി വേറെ ഞാൻ കൊടുത്ത്. പിന്നെ ഉണ്ട് ആൻ്റെയിൽ 2 വേറെ. ഗായത്രിയുടെയിലും ഉണ്ട്. ഗായത്രിക്ക് ഇത് പേര് ഇതിന് ചെയ്തേക്കുന്നു. എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറി. ഗായത്രിയുടെ ഇപ്പോൾ ഗായത്രിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത എൻ്റെ ജെയ്ഡിൻ്റെ പ്രൊഡക്ട്സ്, കുറച്ചെൻ്റെ പ്രൊഡക്ട്സ് കാണിച്ചു തരാൻ ഓർത്തു. ബൈ. കൂടിയല്ലേ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറേ മതിലുകൾ.
ഇങ്ങനെ മതിലിന്റെ ഫ്രണ്ടിലേക്ക് ഫോട്ടോ എടുക്കുക, മതിലിന്റെ ഫ്രണ്ടിലേക്ക് ഫോട്ടോ എടുക്കുക. അതാണ് ഇവിടുത്തെ പരിപാടി. രാവിലെ വന്നാൽ വല്ലതും എടുക്കാൻ പറ്റും, ഉച്ച കഴിഞ്ഞ് വന്നാൽ നല്ല കോമഡി ആവും. ഓരോ സംഭവം. എടോ ചവിട്ടി വ്ലോഗ് ചെയ്ത് വന്നപ്പോൾ അവിടെയുള്ള ചവിട്ടി. ഞാൻ ബ്ലോഗേഴ്സ് നിലത്തോട്ടും കൂടി നോക്കിയിട്ട് വേണം നടക്കാൻ. നല്ല ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണാടി വെക്കണോ? ഇവിടെ ഞങ്ങൾ കയറാൻ പോവുകയാണ്. ലൈഫ് പ്രൊഫൈൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീലിൽ കണ്ടത്. പിന്നെ ക്യാമറ എടുക്കാൻ പാടുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇയാളല്ലേ പറഞ്ഞത് ക്യാമറക്ക് ഓരോ ഫോൺ എടുക്കും അല്ലേ? അതെ, ഒരു ക്യാമറ കൊണ്ടുവന്നപ്പോ ക്യാമറ പറ്റില്ല കാണിച്ചു തരാം. പക്ഷെ എവിടെയും ഫോണിന് റെസ്ട്രിക്ഷൻസ് ഇല്ല അല്ലേ? പൊട്ടന്മാരെ പോലെ തോന്നും. അല്ല പിന്നെ എന്താണ് പറഞ്ഞത്? ക്യാമറ കണ്ടുകൊണ്ട് മാത്രം. ഫോണിലാണെങ്കിൽ അവർ പറയും. ഇതെല്ലാം ഡിവൈഡ് ചെയ്യണ ആരാന്നറിയോ? ഗായത്രി. ഗായത്രിക്ക് നല്ലൊരു കഴിവുണ്ട്. കാരണം ഈക്വലായിട്ട് എല്ലാവർക്കും വേണം. ഓക്കെ, രാജ്മ ഡിവൈഡ് ചെയ്യേണ്ട എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇപ്പൊ പ്രശ്നമുണ്ടോ എനിക്ക്? എന്താ വരാനുള്ളത്? ഫ്രഞ്ച് ടോസ്റ്റ് പാൻ കേക്ക് വരാനില്ലേ? ഓക്കെ, ബൈ. പ്രശാന്തൻ. ഇന്നലെ ഞങ്ങൾ കുടിച്ച ഹോട്ട് ചോക്ലേറ്റിന് ഒന്നും ഉണ്ടായില്ല. ഇതിനകത്ത് പിന്നെ ക്രീം ടെസ്റ്റ് തോന്നുന്നുണ്ടായി. നെക്സ്റ്റ് വൺ ഇസ് പാൻ കേക്ക്. ഞങ്ങൾ ഇപ്പൊ നല്ലോണം ഫുഡ് കഴിക്കാൻ ഓർത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് നല്ലത് അല്ലേ? ഫ്രഞ്ച് ഡിഷസ് കൂടുതലും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലാണ്. അല്ലാതെ നമ്മുടെ നോർമൽ സാധനമൊന്നും ഇല്ല. ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റൂല. കാരണം ദോശ ഇതൊക്കെ പിന്നെ ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ദിവസം വന്നപ്പോൾ കഴിച്ച് പിന്നീട് സൈഡിലോട്ടേ പോയില്ല, പിടിച്ചില്ല. ഗായത്രിയുടെ ഭർത്താവിന്റെ പേരുള്ള ഒരു ആ പേർത്തിയില്ല, ക്വാളിറ്റി ഇല്ല. സാധാരണക്കാർക്ക് നല്ല ക്വാളിറ്റി. ഞാൻ പറയാൻ തന്നെയായിരുന്നു. ഇവിടെ ഫുള്ള് കാർത്തിക്കുണ്ട്. കാർത്തിക്കിന് ഇവിടെ വല്ല ചിന്ന വീടുണ്ടോന്ന് തപ്പിക്കോ. ആണോ? ഉണ്ടാ ഗായത്രി? ഇല്ല, ഗായത്രി വലുതും ചിന്നതും എല്ലാമാണെന്നാ പറയണ അല്ലേ? ഓക്കെ. പ്രശാന്ത് ഇന്നലെ കിട്ടിയില്ല. പ്രശാന്ത് ഇന്ന് കിട്ടിയ പ്രശാന്ത്. പാൻ കേക്ക്, ഫ്രൂട്ട് ബോൾ, എൻ്റെ പ്ലേറ്റ്. ഗായത്രി തീർന്നു. മറ്റേ സാധനം ഉണ്ട് ഇവിടെ, രാജ്മ, മധുരരാജ എന്നൊക്കെ പറഞ്ഞ വേണ്ട പ്ലീസ്. പാട്ട് പാടിയില്ല, ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. ഓക്കെ. സൈക്ലോ കഫേയിലെ ഹോട്ട് ചോക്ലേറ്റിന് നല്ല കൺസിസ്റ്റൻസി ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. കുറച്ച് കയ്പുണ്ട് കണ്ട, എന്നാലും കണ്ട. ആ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടോ? മറ്റേതല്ല. മിൽക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഈ കളർ വന്നത്. ആ സാധനം കൊള്ളാം. ഇന്നലത്തെ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റില് ഒന്നും കൊള്ളൂലായിരുന്നു അല്ലേ? വേസ്റ്റ് ഓഫ്. ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെങ്കിലും പ്രതീക്ഷിച്ചു, പക്ഷെ ഇവിടുത്തെ അത് ഫേമസ് ആയിട്ടില്ലെങ്കിൽ ഫേമസ് ആയിക്കോ. ഗുഡ്. എല്ലാത്തിലും കറക്റ്റ് ആയിരുന്നു. നേരത്തെ പാൻ കേക്കും ഇതൊക്കെ മുറുക്കണ ഒരു സ്കെയില് വെച്ച് പാരലൽ ലൈൻസും വരച്ച് ആംഗിളും നോക്കി മുറിച്ചോണ്ടിരിക്കണായിരുന്നു. എന്നിട്ട് ഇവിടെ പാരലൽ ലൈൻസ് ആദ്യം വരക്കും, എന്നിട്ട് സ്ക്വയറിൽ അല്ലെങ്കിൽ റെക്ടാംഗിളിൽ കട്ട് ചെയ്യും. ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നൊക്കെ നോക്കിയിട്ടാണ് എടുത്ത് കഴിക്കണത്. ഇത് വയറ്റിലോട്ട് പോകുമ്പോ എന്ത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടാണെന്ന് വന്നത്.
സമ്മതിക്കണം. മുടിയാണ് ഇവിടെ ഒരു പ്രഹസനം തന്നെയാണ് പൈവയുടെ. പൈവയുടെ ഇപ്പൊ 2 ദിവസം ജീവിച്ചു നോക്ക്, മടുത്തോളും. ഇതിന്റെ രീതി ഇതൊക്കെ ഈ ഒരു സാധനമാണ്. ഇങ്ങനെ എവിടെയെങ്കിലും മറ്റേത് ഇങ്ങനെ വന്നിട്ടൊരു ഇങ്ങനെ പറയില്ല, ഇങ്ങനെ വന്നിട്ടൊരു സാധനം ഇങ്ങനെ വീഴണം, അതേപോലെ ഇവിടെ വന്ന് ഇങ്ങനെ വീഴും. ഒബ്സസീവ് എന്ന് പറഞ്ഞാൽ നല്ല അടിയിട്ടാത്തേരം കൊണ്ടിട്ട് 2 പേട കൊടുക്കാത്തന്നെ. പണ്ട് കല്ലൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ പണ്ട് അസുഖം നല്ലാടോ അതിന്റെയാണ്. ഗായത്രിക്കൊക്കെ എന്തിനെങ്കിലൊക്കെ ഉണ്ട് ജീവിതത്തിൽ. എനിക്ക് അപ്പൻ്റെ കിട്ടിയിട്ടുണ്ട്. അല്ല എനിക്ക് ചോറിലിട്ടോ ഓടിച്ചിട്ട് തന്നെ തല്ലിടുന്നു അപ്പൻ. ഓക്കെ ബൈ. ഇതൊക്കെയാണ് ഇവിടെ. ഇവിടെ എനിക്ക് തോന്നണം ഇങ്ങോട്ട് റൂംസ് ഒക്കെയാണ് തോന്നുന്നത്. നല്ല നട്ടപ്പുറ വെയിലാണ്. ഞങ്ങളിവിടെ ഒരു ചെക്കനെ കണ്ടല്ലോ, ഫോട്ടോഗ്രാഫർ എന്നിട്ട് ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞു. ഫോട്ടോന് 40 രൂപ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാന്ന് പറയും. ഗായത്രിയാണ് ഫസ്റ്റ് മോഡല്. ഗായത്രിക്ക് ഇത് ഇഷ്ടമുള്ള പരിപാടിയും കൂടിയാണ്. ഗായത്രി മൂടൊക്കെ മാറിയത് എനിക്കൊരു ഫോട്ടോ എടുത്തത് കുഴപ്പമില്ല. ചീഞ്ഞ നാളെ ഇരിക്കുന്നത്. ഗായത്രിനെ വിളിക്കണം. അല്ല എല്ലാവർക്കും കഴിക്കാൻ നിർബന്ധിക്കും അല്ലേ? അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത് നമുക്ക് നോക്കാം. ചെല്ലാറ്റന്റെ പേര് മറന്നു കേട്ടോ. കമലേനെ കുഞ്ഞുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ പാല് ത്രില്ലല്ലേ, ത്രില്ല് പോയി പറഞ്ഞു. ശരിക്കും അവന് ഇഷ്ടമായിരുന്നില്ലേ? അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു വേണ്ടി കണ്ടുപിടിച്ച് ഇത് എന്തോരം പാടോട്ടെന്നറിയോ. ഇവിടെ ആരും കണ്ടുപിടിക്കാത്ത സ്ഥലം പോലെയുണ്ട്. അതെ, പോസ്റ്റുകളുടെ കമന്റ് കയറി വായിച്ചാണ് ഞാനിത് കണ്ടുപിടിച്ചത് ഇവിടെ സ്ഥലം. യെസ്, ഇതാണ് ബോഗൻവില്ലയുള്ള പെണ്ണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഞാനവിടെ കണ്ടപ്പോ കണ്ട് എന്തെടുക്ക ഗായത്രിക്ക് സെറ്റ്. ഗായത്രി ഇതേപോലെ ഒന്ന് മുടി കെട്ടി നോക്കട്ടെ. തരാറ് എടുക്കാം സീരിയസ്ലി. സ്ഥലങ്ങളുണ്ട് വാങ്ങിച്ച ഗൈസ്. നോക്കാൻ ഞാൻ ഞങ്ങൾ അറിയിക്കുന്നില്ല. അങ്ങനെ ഫൈനലി അറ്റ്ലാസ് നമ്മൾ ഐ ലവ് പോയിന്റ് എത്തി. എത്ര മണി? 7:15. നമുക്ക് എത്തേണ്ടത് 7:30. ഇനി ഒന്നുമില്ല, തിരിച്ചു പോകാൻ ശരിക്കും ഇറങ്ങേണ്ട ബീച്ചൊക്കെ. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല ബീച്ചിൽ. പിന്നെ ഞങ്ങൾ ബസ്സിന് പോകും. ഓക്കെ ഓക്കെ ഹാപ്പി? യെസ്. അപ്പൊ ഇവിടെ ചെക്ക് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന പോലെ ഉണ്ട്. ആ അതെ, ഓക്കെ, ടാറ്റ ബൈ. മുറിയിനോട് വിടാ അല്ലേ? നീ ലോക്കൽ ലുക്ക് ഇറങ്ങാം. 8 മണി.
കറക്റ്റ് 8 മണി ഇറങ്ങുന്നു. 8:45 വണ്ടി. ഫ്രീ ഇറങ്ങാം. ബൈ ബൈ. ഓക്കെ ബൈ. എല്ലാം ട്രാവൽ ഫുള്ള് ട്രാവൽസ് ഏരിയ മുഴുവനും വർക്കല്ലേ. അതെ ഞാൻ ഒന്ന് ചോദിച്ചില്ല എന്നെ കണ്ടാ പറയാ കല്യാണം കഴിഞ്ഞ നാട്ടുകാർ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് ടിഷ്യൂ എടുത്തത് കഴിക്കും ഞാനല്ലാണ്ടായിരുന്നു. 8:45 കറക്റ്റ് വന്ന്. അപ്പം തന്നെ ഞങ്ങൾ ലഗേജൊക്കെ വെച്ച് കയറി. സ്ലീപ്പർ ബസ്സായിരുന്നു, ജാബിൻ ട്രാവൽസിൻ്റെ ആയിരുന്നു. അപ്പോൾ സീറ്റിങ് ഞാനും ആനും ഒരുമിച്ച്, ഗായത്രി ഓപ്പോസിറ്റ്. ഗായത്രിക്ക് പ്രൈവസി വേണമെന്ന്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ആ സെക്കൻഡിൽ തന്നെ മഴയും തുടങ്ങി. ഇങ്ങനെയായിരുന്നു ട്രാവൽ. ഞങ്ങൾ കൊച്ചിയെത്തി കഴിഞ്ഞു. എന്തൊക്കെ നല്ല മഴ.